ഒന്നും ചെയ്യാതെ മൂലക്കിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് തുരുമ്പ് പിടിക്കുന്നത്. ഏതുപോലെ ഡ്രൈവ് ചെയ്യാതെ ഏതെങ്കിലും ഒരു വാഹനം ഏതെങ്കിലും ഒരു മൂലയിലേക്ക് നമ്മൾ ഇട്ടുവെച്ചാൽ 1-2 വർഷം കൊണ്ട് ആ വണ്ടി മുഴുവനും തകർന്നു തരിപ്പണമാകും. എന്നാൽ സ്ഥിരമായി ഡ്രൈവ് ചെയ്യുന്നൊരു വാഹനത്തിനൊരു കുഴപ്പമുണ്ടാവില്ല. ഇതേപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ. നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് പ്രായമാവുന്നില്ല. നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് 90 ആയാലും 25കാരന്റെ ചുറുചുറുപ്പുണ്ടാകും. ഒരു പണിയുമെടുക്കാതെ റിട്ടയർഡായി ആ വണ്ടി ഉപയോഗിക്കാതെ വെച്ച വണ്ടിയെ പോലെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് തുരുമ്പ് പിടിച്ചു തുടങ്ങുന്നത്. നമ്മുടെ എല്ലുകൾ ക്ഷയിച്ചു തുടങ്ങുന്നത്. നമ്മുടെ എല്ലുകളെ റബ്ബി ഇന്നി വഹുനൽ അദ്മു മിന്നി, എന്റെ എല്ലുകൾ ക്ഷയിച്ചു എന്ന് പറഞ്ഞതുപോലെ എല്ലുകൾ ക്ഷയിക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു 70-90 വയസ്സ് വരെയൊക്കെ നമ്മൾക്ക് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയും. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളുണ്ടല്ലോ, ആ സമ്പാദ്യങ്ങൾ ഉപയോഗിച്ച് ഓരോ രാജ്യങ്ങളെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. വെറുതെ ഇരിക്കേണ്ട വീട്ടില് ടൂർ പോ, യാത്രകൾ പോ. എത്രയെത്ര രാജ്യങ്ങളുണ്ട്, 100 ചില്ലാനം രാജ്യങ്ങളുണ്ട്. ഒരു രാജ്യം കഴിഞ്ഞാൽ അടുത്ത രാജ്യം, അത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പണമുണ്ടാക്കി സമ്പാദിച്ചു വെക്കുന്നുണ്ടല്ലോ, അതെല്ലാം മക്കൾക്ക് വേണ്ടി സ്വരൂപിച്ചിട്ടല്ല വെക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന് ആലോചിക്കേണ്ടത്. മക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് 15 വയസ്സ് വരെയാണ്. പ്രായപൂർത്തി എത്തുന്നത് വരെ മക്കളെ പഠിപ്പിക്കുക, പിന്നെ പണം ഉണ്ടെങ്കിൽ മക്കളെ പഠിപ്പിക്കുക. അതല്ലാതെ ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ അനാഥരാകുമോ എന്ന് ഭയന്നിട്ട് ഒരുപാട് പണം ഇവിടെ ബാക്കി വെച്ച് അതൊന്നും ആസ്വദിക്കാതെ മരിച്ചുപോയിട്ട് എന്തുപകാരമാണ് പ്രിയപ്പെട്ടവരെ? ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ബിസി ആയിരിക്കുക. റിട്ടയർമെന്റ് എന്നുള്ളത് ഇസ്ലാമിലില്ല. റിട്ടയർമെന്റ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവരുത്. ഗൾഫിൽ നിന്ന് റിട്ടയറായി നാട്ടിൽ വന്നൊരു പണിയുമില്ലാതിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നടുവേദനയുണ്ടോ എന്ന് തോന്നുന്നത്. ആഴ്ചയിലൊരിക്കലും ഡോക്ടറെ കണ്ടില്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്നത്. വെറുതെ തോന്നാൻ, അസുഖങ്ങളൊന്നുമില്ല. 60 വയസ്സായി, വീട്ടിലാരുമില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ തോന്നുന്നു എനിക്ക് മുട്ടുവേദന ഉണ്ടോ. എണീക്കുമ്പോ ചെറിയൊരു വേദന തോന്നി, ഇതെന്തോ ഒരു വലിയ അസുഖമാണ്. ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങിച്ചു. പിന്നെ ഒരാഴ്ച ആകുമ്പോ പിന്നെ മുട്ടുവേദന. ഇങ്ങനെ തന്നെ തോന്നലുകൾ ഒരുപാടുണ്ടായി. ഈ തോന്നലുകളാണ് ഒരു മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നേരെ മറിച്ച് 60കാരൻ റിട്ടയർഡ് ആയിട്ട് വിശ്രമിക്കാതെ ഒന്നുകിൽ രാഷ്ട്രീയ സേവനം, രാഷ്ട്രീയമായി സേവനം ചെയ്യാൻ ഇവിടെ പാർട്ടിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടികൾ ഉണ്ടാകും. ഏത് പാർട്ടിയായാലും ആ പാർട്ടികളിൽ നിങ്ങളുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാവുക, ഓടിച്ചാടി പണിയെടുക്കുക. അതൊക്കെ ദീനിന്റെ ഒരു സേവനമാണ്. ദീനുമായി ബന്ധപ്പെട്ട, നന്മയുമായി ബന്ധപ്പെട്ട പാർട്ടിയാണെങ്കിൽ സംഘടനകളുണ്ട് ഒരുപാട്. ഇവിടെ സംഘടനകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഘടനകളിൽ പോയി ആ സംഘടനയുടെ നന്മയ്ക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. പള്ളി